പ്രിയ സജ്ജനങ്ങളെ, നമസ്കാരം. വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ്. സ്വാമിജി പറയുകയാണ്, ഒരിക്കൽ ഞാൻ വാരണാസിയിലായിരിക്കെ ഒരു വശത്ത് വലിയൊരു ജലാശയവും മറുവശത്ത് വലിയ മതിലുമുള്ള ഒരു വഴിയിലൂടെ പോവുകയായിരുന്നു. അവിടെ ധാരാളം കുരങ്ങന്മാരുള്ള സ്ഥലമായിരുന്നു. വാരണാസിയിലെ കുരങ്ങന്മാർ ഉപദ്രവിക്കുന്നവരും ദുശ്ശീലക്കാരുമാണ്. ഞാൻ ആ വഴിയിലൂടെ പോയപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തു കൂടി പോകുന്നു എന്ന ഭാവത്തിൽ അവർ എന്നെ വളഞ്ഞു, അലറി പേടിപ്പിച്ചു, എൻ്റെ കാലിൽ കയറി പിടിക്കാൻ തുടങ്ങി. അവരെൻ്റെ അടുത്തു വരാറായപ്പോൾ ഞാൻ ഓടിത്തുടങ്ങി. ഞാൻ എത്ര വേഗത്തിൽ ഓടുന്നുവോ അത്രയും വേഗത്തിൽ കുരങ്ങന്മാരും പിന്നാലെ വന്നു. അവർ എന്നെ കടിക്കുമെന്നായി. രക്ഷപ്പെടുക എളുപ്പമല്ലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഒരപരിചിതനെ കണ്ടു. അയാൾ എന്നോട് പറഞ്ഞു, ആ ദ്രോഹികളെ നേരിടൂ. ഞാൻ തിരിഞ്ഞു നിന്ന് കുരങ്ങന്മാരെ നേരിടാനൊരുങ്ങി. അവ പിന്നോക്കം പോയി ഓടി മറഞ്ഞു. അതൊരു ജീവിത പാഠമാണ്. എല്ലാവർക്കും പ്രശ്നങ്ങളെ നേരിടുക, ശക്തമായി നേരിടുക. കുരങ്ങന്മാരെ പോലെ ജീവിതത്തിൽ പ്രതിസന്ധികളും നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. സജ്ജനങ്ങളെ, വലിയ ഉത്കൃഷ്ടമായ ഒരു ഉപദേശം ചെറിയൊരു കഥയിലൂടെ. സ്വാമിജി ഓടിയപ്പോൾ കുരങ്ങന്മാരോടി. സ്വാമിജി ഒന്ന് തിരിഞ്ഞു നിന്നു. ശക്തമായിട്ട് നേരിടാൻ ഒരുങ്ങിയപ്പോൾ എല്ലാവരും പിരിഞ്ഞുപോയി. നമ്മുടെ എല്ലാം ജീവിതത്തിൽ സർവ്വസാധാരണമാണ് പ്രതിസന്ധികൾ. പ്രതിസന്ധികൾക്ക് നമ്മളെ തേടി വരുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടുവാൻ പരിശ്രമിച്ചാൽ പ്രതിസന്ധി നമുക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും. ഒരിക്കലും നമുക്ക് രക്ഷ നേടാൻ കഴിയില്ല. അങ്ങനെയാണ് പലരും ആത്മഹത്യയെല്ലാം പ്രാപിക്കുന്നത്. അത് ഭീരുത്വമാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സർവ്വസാധാരണം. അത് ചെറുതും വലുതുമായിട്ട് ഏവരെയും ബാധിക്കുന്നതാണ്. ആ പ്രതിസന്ധികളിൽ നിന്നും ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. അതിനെ സധൈര്യം നേരിടുക. ഇതാണ് സ്വാമിജി നമ്മെ പഠിപ്പിക്കുന്നത്. നേരിടാൻ നാം ഒരുങ്ങിയാൽ പ്രതിസന്ധി നമ്മെ വിട്ട് ഓടിക്കൊള്ളും. മറിച്ച് പ്രതിസന്ധിയെ നാം ഭയപ്പെട്ടു തുടങ്ങിയാൽ അവർ എല്ലാ കാലത്തും നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. മറിച്ച് ഞാൻ ഭയപ്പെടുന്നവനല്ല എന്ന് പ്രതിസന്ധിക്ക് ബോധ്യപ്പെട്ടാൽ പ്രതിസന്ധി നമ്മെ ഒഴിഞ്ഞു പോയിക്കൊള്ളുമെന്ന വലിയ ഒരു സന്ദേശമാണ് ഒരു ചെറിയ കഥയിലൂടെ സ്വാമിജി നമുക്ക് നൽകിയത്. മറ്റൊരു അമൃതവചനവുമായിട്ട് നമുക്ക് നാളെ തുടരാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.